മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. നമ്മുടെ കൂടെ ഡോക്ടർ ജോളിയാണ് നമ്മളുടെ ഈ ഡീറ്റെയിൽസ് പറയാനായിട്ടുള്ളത്. എപ്പോഴും ഇങ്ങനെ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് ലൈവായിട്ട് വരുമ്പോഴും അല്ലെങ്കിലും നമ്മൾ ആരാണ് ഡോക്ടർ, ഡോക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളതൊക്കെ അറിയേണ്ടത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡാകുമ്പോൾ നമുക്ക് അത് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചും കൈകാര്യം ചെയ്യേണ്ടതായതുകൊണ്ട് അതുകൊണ്ട് ഈ തവണ നമ്മൾ ഡോക്ടറിനോട് തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറയുകയാണ്. എന്താണ് തൈറോയിഡ് പ്രോബ്ലംസുമായിട്ടും ഡോക്ടറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? ബേസിക്കലി ഞാൻ ഡോക്ടർ ജോളി തോമസ്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS 1981 ബാച്ചിലായിട്ട് പാസ്സായി. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു MD. അത് കഴിഞ്ഞ് റീപ്രൊഡക്റ്റീവ് മെഡിസിനിലാണ് കൂടുതൽ സ്പെഷ്യലൈസേഷനൊക്കെ ചെയ്തത്. തൈറോയിഡുമായിട്ടെൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി തൈറോയിഡിന് ഐദർ സർജറി ചെയ്യുക അല്ലെങ്കിൽ തൈറോക്സിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ കൊടുക്കുക. ഇതാണ് മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വരുന്നത്. നമ്മൾ പ്രാക്ടീസിൻ്റെ ആദ്യകാലം മുതൽ തന്നെ നമ്മൾ ഈ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുത്ത് കാണുന്നതൊക്കെ. ഞാൻ ഏറ്റവും മിക്കവാറും നമ്മളൊരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ തൈറോക്സിൻ അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം ആണ് അതിന് മരുന്ന്, അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് തൈറോയിഡിനെ സംബന്ധിച്ച് എല്ലാവരും ചെയ്യുന്നത്. ഞാൻ അതിന് അപ്പുറത്തേക്ക് എങ്ങനെയാണ് തൈറോയിഡ് ഗ്ലാൻഡിനെ റിമൂവ് ചെയ്യാതിരിക്കുക, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാൻ ഈ എല്ലാ രോഗത്തെക്കുറിച്ചും വരുമ്പോൾ ഇപ്പം എനിക്ക് നമ്മൾ ഈ കാണുന്ന രോഗങ്ങളെല്ലാം തന്നെ 90% എനിക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. അപ്പം അതിൽ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ച് എങ്ങനെ മരുന്നുകൾ ഒഴിവാക്കാം, എങ്ങനെ ഓപ്പറേഷനുകൾ ഒഴിവാക്കാം എന്നാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിലിപ്പോൾ മുട്ടുമാറ്റി വയ്ക്കലാണേലും അല്ലെ ബൈപ്പാസ് സർജറി ആണേലും അത് കഴിഞ്ഞാലും ബൈപ്പാസ് സർജറി കഴിഞ്ഞാലും മരുന്നുകളും ഹാർട്ടിൻ്റെ മരുന്നുകൾ കണ്ടിന്യൂസ് എടുക്കേണ്ടി വരുന്നവർ ഇതിൽ നിന്നൊക്കെ ഒഴിവാകാനായിട്ട്, അല്ലെങ്കിൽ അതെങ്ങനെ സയൻറ്റിഫിക്കലി കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്ങോടെ പേഷ്യൻറ്റിൻ്റെ മരുന്നുകളിൽ നിന്ന് മോചനം നേടാനായിട്ട്, അതുപോലെ ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസ് നമുക്ക് വളരെ കറക്റ്റായിട്ട് നോക്കിയാൽ ലൈഫ് സ്റ്റൈൽ വെച്ച് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പം മിക്കവാറും ഈ ഡയബറ്റീസ് പേഷ്യൻറ്റിന് തൈറോയിഡും കാണും, തൈറോയിഡ് പേഷ്യൻറ്റിന് ഡയബറ്റീസും ഉണ്ടാകാം. കാരണം ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ നല്ല റിസൾട്ടുകളാണ് വരുന്നത്. അങ്ങനെ അതുപോലെ ഈ ജീവിതശൈലി രോഗങ്ങളാണല്ലോ നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. അതിൽ നിന്നും എങ്ങനെ മോചനം നേടാം, അല്ലെങ്കിൽ അതിനെ മരുന്ന് ഓപ്പറേഷൻ ഒഴിവാക്കാം, അതിനെക്കുറിച്ച് അതിൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ച് പബ്ലിക്കിനും കൂടെ അവെയർ ആകാൻ എല്ലാവരും, മീൻസ് എല്ലാ പേഷ്യൻസും എല്ലാ ആൾക്കാരും അവെയർ ആകുക അതിൻ്റെ പോസിബിലിറ്റി. കാരണം അതിൻ്റെ പോസിബിലിറ്റി നമ്മൾ ഇന്നും ഉപയോഗിച്ചിട്ടില്ല. അതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തൈറോയിഡ് മാറ്റുന്നത് ഒരു കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പം ശരിക്കും സാധാരണ പേഷ്യൻസൊക്കെ ചിന്തിക്കുന്നത് തൈറോയിഡ് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറ്റാവുന്നതാണ്, സിമ്പിളാണ്. അപ്പോൾ അത് മാറ്റിയ പിന്നെ മരുന്നാണെങ്കിൽ അതിന് പകരമുള്ള ഹോർമോൺസ് ആണെങ്കിൽ വെരി ചീപ്പാണ് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇതൊരു സിമ്പിൾ കാര്യമാണ്. അപ്പം പലർക്കും ഈ തൈറോയിഡ് ആവശ്യമുള്ള ഒരു അവയവം ഒരു ഗ്ലാൻഡായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ടോ മനസ്സിലാവാതെയും പോകാറുണ്ട്. ശരിക്കും ഈ തൈറോയിഡിന് എന്തെങ്കിലും യൂസും പർപ്പസും ഒക്കെ ഉണ്ടാവുമല്ലോ, അതറിയാതെ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. യെസ്, നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പം നമ്മൾ കയ്യിൽ ഒരു ചെറിയ ഒരു മുഴ വന്നെന്ന് പറഞ്ഞ് നമ്മൾ കൈ മുറിച്ച് കളയാൻ ഒരു ഡോക്ടറും പറയുകയില്ല, നമ്മൾ പറഞ്ഞാലും ഞാൻ സമ്മതിക്കുകയില്ല. പക്ഷെ നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ചെയ്യുന്ന ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് കൈ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം, അല്ല കണ്ണ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാം. പക്ഷെ തൈറോയ്ഡ് ഗ്ലാൻഡ് ചെയ്യുന്ന ഫങ്ഷൻ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ വളരെ ലാഘവത്തോടെ കാണുന്നു എന്നുള്ളത്. അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞാലും എന്താ, ഒരു നിസ്സാര വിലയുള്ള ഒരു ഗുളി എന്ന് കഴിച്ചുകൊണ്ടിരിക്കണം, അത്രയും മാത്രം. അതുപോലും പലരും തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും പല രോഗികളും അറിയുന്നത് ഈ മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കണമെന്നുള്ളത് പോലും. പക്ഷെ നമ്മൾ തൈറോയിഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ തൈറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ എൻഡോക്രൈൻ ഗ്ലാൻഡിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ബ്രെയിനിൽ ഒരു പെനിയൽ ഗ്ലാൻഡ് ഉണ്ട്, പിന്നെ ഹൈപ്പോതലാമസ് ഉണ്ട്, പിന്നെ പിറ്റ്യൂട്ടറി ഉണ്ട്. ഈ മൂന്നും കഴിഞ്ഞ് അതെല്ലാം സെൻട്രൽ മോളിൽ നിന്നുള്ള കൺട്രോളാണ് വരുന്നത്. പിന്നെ ഈ തൈറോയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മെറ്റബോളിസത്തെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെ അബ്സോർപ്ഷൻ, അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി, അതുപോലെ നമ്മുടെ ചിന്തകളെ
നമ്മുടെ മാനസികാവസ്ഥ, ഈവൻ റീപ്രൊഡക്ഷന്, ഇതിന് എല്ലാ കാര്യങ്ങളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് തൈറോയ്ഡ്. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴോ അല്ല കുഞ്ഞായിരിക്കുമ്പോഴോ തൈറോയ്ഡ് ഗ്ലാൻഡ് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ മന്ദബുദ്ധിയായി പോകും. ക്രെറ്റിനിസം എന്നാണ് പറയുന്നത്. മെൻ്റൽ വളർച്ച ഉണ്ടാവില്ല, ഫിസിക്കൽ വളർച്ച വളരെയല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല ഹോസ്പിറ്റൽസും കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും. കാരണം തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താൽ അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതപ്പം തന്നെ റീപ്ലേസ് ചെയ്തില്ല കൊച്ചിൻ്റെ ബുദ്ധിയുമാകും. അപ്പോൾ ബുദ്ധിയും വളർച്ചയും ഇത് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ റിപ്പയറിനെയും അതുപോലെ നമ്മുടെ ബോഡി എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ റിപ്പയർ ആക്ടിവിറ്റീസിനെയും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലാൻഡാണ് അത്. നമ്മൾ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന തൈറോക്സിനാണ്. അതിൽ ഒരു ഹോർമോൺ മാത്രമാണ്, T4 എന്ന് പറഞ്ഞ ഹോർമോണാണ്. T4ൽ നിന്ന് T3 ഉണ്ടാക്കാം. അപ്പോൾ തൈറോയ്ഡ് ഫംഗ്ഷൻ കഷ്ടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. അത് കൂടാതെ ഒരു മെയിൻ ഹോർമോണും കൂടെ ഉണ്ട്, കാൽസിറ്റോണിൻ. അത് നമ്മളുടെ ബോണിൻ്റെ റീജനറേഷനും കാൽസ്യം മെറ്റബോളിസത്തെയും നല്ലതാണ്. അതുപോലെ ഒരു പാരാതൈറോയ്ഡ് ഹോർമോൺ ഉണ്ട്. പാരാതൈറോയ്ഡ് ഒരു സെപ്പറേറ്റ് ഗ്ലാൻഡാണ്, പക്ഷേ ഈ തൈറോയിഡിൻ്റെ ഗ്ലാൻഡിനുള്ളിലാണ് അതിരിക്കുന്നത്, അതിനോട് ചേർന്നാണ്. അതുകൊണ്ട് തൈറോയ്ഡ് എടുത്ത് കളയുമ്പോൾ മിക്കവാറും പാരാതൈറോയ്ഡ് ഹോർമോൺ ഗ്ലാൻഡും കൂടെ പോകും. അപ്പോൾ അവരുടെ കാൽസ്യം മെറ്റബോളിസം, ബോണിൻ്റെ ഹെൽത്തും, ഇത് മാത്രമല്ല ഇങ്ങനത്തെ പല ബോണിൻ്റെ പ്രൈമറി ഹെൽത്ത് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ, മറ്റ് പല ഫംഗ്ഷനും നമുക്കറിയാവുന്നതും അറിയത്തില്ലാത്തതായിട്ടുമുണ്ട്. ഇതിനെല്ലാം ദോഷം വരുത്തുകയായിരിക്കും ചെയ്യുന്നത്. അതാണ് എൻ്റെ ഇമ്പോർട്ടൻസ്. ശരിക്കും ഈ തൈറോയിഡിനെ പറ്റി പറയുമ്പോൾ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ പലതാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊക്കെ നേരത്തെ കണ്ടേക്കുന്നത് ഇങ്ങനെ ഒരു സ്വെല്ലിംഗ് പോലെ നെക്കിന് വരുന്നത്, അതാണ് ഈ ഗോയിറ്റർ, അതൊക്കെയാണ് നമുക്ക് തിരിച്ചറിയാം. അപ്പം ഇത് പലതുള്ളതുകൊണ്ട് ശരിക്കും ഈ തൈറോയിഡ് അസുഖം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉള്ള ഒരാൾ ശരിക്കും പറഞ്ഞാൽ ഈ അസുഖങ്ങളെ പറ്റി എന്താണ് അറിയേണ്ടത്? മിക്കവാറും നമ്മൾ തൈറോയിഡിനൊരു മുഴ വല്ലതും, ചെറിയൊരു മുഴയോ തടുപ്പ് വല്ലതും കാണുമ്പോഴായിരിക്കും നമ്മൾ പോയി ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നത്. അപ്പം ഇന്ന് പഴയൊക്കെ കാലത്ത് ഈ വലിയ മുഴകളിലേക്കൊക്കെ വരുമല്ലോ. ഇപ്പോൾ ഒക്കെ എന്തെങ്കിലും ചെറിയ മുഴ വരുമ്പോൾ തന്നെ എല്ലാവരും ഹോസ്പിറ്റലിൽ പോയി കാണിക്കുമല്ലോ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. സാധാരണ തൈറോയിഡിൻ്റെ വരുമ്പോൾ മൾട്ടിനോഡുലാർ ഗോയിറ്റർ എന്ന് പറയും, അതാണ് ഈ വലിയ മുഴയായിട്ട് വരുന്നത്. പക്ഷേ ഇന്നത്തെ നിലയിൽ ഒരു സിംഗിൾ നൊടിയുള്ളൂ. മൾട്ടിനോഡുലാർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മുഴകൾ. ഈ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഫോളിക്കിൾസാണ്. അതൊരു ചെറിയ ചെറിയ ഫോളിക്കിൾസ് ആയിട്ടാണ് വളർത്തുന്നത്, അപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് ഒരു ബട്ടർഫ്ലൈ ഷേപ്പാണ്. അതിനകത്ത് ചെറിയ ചെറിയ, അതായത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ചെറിയ ചെറിയ ഫോളിക്കിൾസ് ഉണ്ടാവും. ഇത് നമുക്ക് നമ്മുടെ ഫുഡിനകത്ത് വേണ്ട അയഡിൻ ഇല്ലാതെ വരുമ്പോൾ അത് നമുക്ക് ആ തൈറോയ്ഡ് ഗ്ലാൻഡിന് അത് വേണ്ടത്ര ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തൈറോഗ്ലോബിൻ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് അതിനകത്ത് സെൻട്രലായിട്ട് അത് കെട്ടിക്കിടക്കുമ്പോഴാണ് ഇത് മുഴയായിട്ട് വളരുന്നത്. അപ്പം അതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം മിക്കവാറും ഇങ്ങനെയുള്ള ഓരോ മുഴ ആയിരിക്കില്ല, ചെറിയ ചെറിയത് വേറെ ഉണ്ടാവും. അതാണ് മൾട്ടിനോഡുലാർ ഗോയിറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മളിവിടെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, അതിനെ ഒപ്പം തന്നെ എടുത്തു കളയുക. ആ മുഴ കണ്ടു, ഇനി ഇത് ക്യാൻസർ ആയാലോ എന്നും പറഞ്ഞ് എടുത്തു കളയുക. അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസ്തറ്റിക്, അതിന് ഈ മുഴയായിട്ടൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ആൾക്കാർ കാണുകയില്ലേ എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. അതുകൊണ്ട് ഡോക്ടേഴ്സ് പറയും ഒരാളെ കാണിക്കും എടുത്തു കളയാന്ന് പറയും, അല്ലെങ്കിൽ ഒരാൾ പറയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറയും. അവരല്ലേ ഹോമിയോ കാണിച്ചു കഴിയുമ്പോൾ അവർ മരുന്ന് തരും. അപ്പോൾ ചിലപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞെന്ന് വരും. എന്നാലും നമ്മളുടെ ഒരു ഇത് മുഴയാണോ, ക്യാൻസർ ആവോ എന്നുള്ളൊരു ഫീവർ കൊണ്ട് വീണ്ടും ഓരോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകും. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ ആരെങ്കിലും ഒക്കെ പറയും എന്നാ എടുത്തു കളഞ്ഞേക്കാന്ന്. അപ്പം പേഷ്യൻ്റ് തന്നെയാണ് പലപ്പോഴും അത് എടുത്തു കളഞ്ഞാലേ അവർക്ക് സമാധാനമാവുള്ളൂ. പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഡോക്ടേഴ്സ്, നമ്മൾ സാറന്മാരുടെ അടുത്ത് ചോദിക്കും, പ്രൊഫസറിൻ്റെ അടുത്ത് നമ്മൾ തന്നെ ചോദിച്ചതായിരിക്കും ഓർക്കുന്നു, സാറേ ഇതിന് നമ്മൾ തൈറോയിഡിൻ്റെ അയഡിൻ്റെ ഡെഫിഷ്യൻസി അല്ലേ ഉള്ളൂ, അപ്പം നമ്മൾ എന്തിനാ ഈ മുഴ എടുത്ത് കളയുന്നത്? ചെറിയതൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എസ്തറ്റിക്, കാരണം ഈ ഗ്ലാൻഡിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഇച്ചിരി ഒരു മുഴ ഉണ്ടല്ലോ അത് അവിടെ ഇരിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ, മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണെന്ന് ഓർക്കണം, അദ്ദേഹം തന്നെ പറഞ്ഞ് ഇന്നിപ്പോൾ ഞാൻ എടുത്തില്ലെങ്കിൽ അടുത്ത ഡോക്ടർ എടുക്കും. അപ്പം എല്ലാവർക്കും ഒരു ഫൈനാൻഷ്യൽ ആസ്പെക്റ്റും അന്നൊക്കെ പ്രാക്ടീസ് ഉള്ള കാലമാണ്. അപ്പം പേഷ്യൻ്റ് പറഞ്ഞ് മനസ്സിലാക്കി അത് മാറ്റാൻ നോക്കിയാലും അവർ കാര്യമില്ല. ആ ഡോക്ടറിന് ആ ഒരു സർജറി പോകുന്നല്ലാതെ, അതാണ് ആ മെഡിക്കൽ ഫീൽഡിൽ ഇത് വരുന്നത്. നമ്മൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തില്ലേ വേറൊരാൾ ചെയ്യും. അതുകൊണ്ട് ആരാണോ ആദ്യം ചെയ്യുന്നത് അവരും എടുക്കണമെന്നുള്ള ഇതാണ്. കാരണം ഇന്നിപ്പം എല്ലാത്തിലും ആ ഒരു ആസ്പെക്റ്റ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇപ്പം പ്രൈവറ്റ് സെക്ടർ ആണല്ലോ നമുക്ക് ഏറ്റവും ചെയ്യുന്നത്. അതുകൊണ്ട് പേഷ്യൻസ് എല്ലാവരും മനസ്സിലാക്കണം, മൾട്ടിനോഡുലാർ ഗോയിറ്റർ ആണെങ്കിലും സിംഗിൾ നോഡുലാർ ഗോയിറ്റർ ആണെങ്കിലും അതിനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ബേസിക്കലി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കറക്റ്റ് ചെയ്യാന്ന് വെറുതെ സിമ്പിൾ ഇത് മാത്രമല്ല, ഇന്നിപ്പോൾ നമുക്ക് മോണിറ്റർ ചെയ്യാം.
തൈറോയ്ഡ് അത് അൾട്രാസൗണ്ട് സ്കാൻ ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്തതാണ് അൾട്രാസൗണ്ട് സ്കാൻ. അത് വെച്ച് അത് കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. കറക്റ്റ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ നമുക്കത് കുറയുന്നത് കാണാം. പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് ഈ മറ്റേ ടാബ്ലറ്റ് വെച്ച് ഈ തൈറോയിഡിന്റെ ഹോർമോൺ റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് ആ ഓർഗന്റെ ഒരു റിയാക്ഷൻ പോലെ ഉള്ള രീതിയിലേക്ക് അത് വരില്ല. ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ടൈം ടേബിളിലാണ് വരുള്ളൂ. നാച്ചുറലായിട്ട് കിട്ടുന്ന ആ ഒരു റിയാക്ഷൻ നമുക്ക് ടാബ്ലറ്റിൽ നിന്ന് വരില്ല. അതുകൊണ്ടാണ് കൂടുതൽ പേരും ഇങ്ങനെ ഈ റീപ്ലേസ്മെന്റ് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഒക്കെ വരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? യെസ്, ഡെഫിനറ്റ്ലി. കാരണം അയഡിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് നമ്മൾ തൈറോയ്ഡ് മൾട്ടിനോഡുലാർ ഗോയിറ്റർ വരുന്നത്. അതിനാണ് മിക്കവാറും നമ്മൾ എടുത്തു കളയുന്നത്. ഈ അയഡിൻ റീപ്ലേസ്മെന്റ് അവിടെ നടക്കുന്നില്ലല്ലോ. എടുത്തു കളഞ്ഞാൽ പിന്നെ നമ്മൾ അതൊന്ന് വിടുവാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അതിൻ്റെ റിയൽ കാര്യത്തിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ ആ മുഴ എടുത്ത് കളഞ്ഞു. മുഴ എടുത്ത് കളയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമല്ല. കാരണം ഒരു സർജിക്കൽ സ്കില്ലുള്ള ഒരാൾക്ക് അത് എടുത്തു കളയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതിലും മച്ച് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് എടുത്ത് കളയാതെ ഇരിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെ ആ മുഴ ഇപ്പം തുടക്കത്തിലെ മുഴകളൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ന്യൂട്രീഷണൽ കറക്ഷൻസ് ചെയ്ത് കഴിയുമ്പോൾ അത് തിരിച്ച് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അയഡിൻ്റെ ഉപയോഗം ഈ തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കാൻ മാത്രമല്ല, ഈവൻ ബ്രസ്റ്റിൽ ഇപ്പം ബ്രസ്റ്റിൽ വരുന്ന മുഴകളും ഫൈബ്രോഡെനോമ, ഫൈബ്രോഡെനോസിസ് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട്. അതിനൊക്കെ അവിടെയും ബ്രസ്റ്റിൻ്റെ മിൽക്ക് സെക്രീഷൻ ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അയഡിൻ എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഈവൻ ബ്രെയിനിൻ്റെ ഫങ്ഷൻസിന് എല്ലാത്തിനും ഇത് ആവശ്യമാണ്. അപ്പം ഇത് കറക്റ്റ് ചെയ്യാതെ നമ്മൾ തൈറോയ്ഡ് എടുത്ത് കളഞ്ഞു വെച്ചിട്ട് നമ്മൾ റിയൽ ട്രീറ്റ്മെൻറ്റ് അവിടെ വരുന്നില്ല. അതാണ് നമ്മൾ എല്ലാ പേഷ്യൻസും മനസ്സിലാക്കേണ്ടത്. തൈറോയ്ഡ് എടുത്ത് കളയുക എന്നുള്ളതല്ല, അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന്. ബേസിക്കലി നമ്മളുടെ വേറെ ഒന്നും ചിന്തിക്കേണ്ട. നമ്മൾ കണ്ണിനൊരു ഇത് വന്നാൽ നമ്മൾ കണ്ണ് എടുത്ത് കളയുന്നില്ല. കൈയാണേലും നമ്മൾ മാക്സിമം സേവ് ചെയ്യാൻ നോക്കും. അത് തന്നെ തൈറോയ്ഡിൻ്റെ കാര്യത്തിലും ഉണ്ടാവണം. ആ ഒരു അവയർനെസ് എല്ലാവരിലേക്കും വരണം. തൈറോയ്ഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ഗ്ലാൻഡാണ്. അതിനെ റിമൂവ് ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആയിട്ട് തൈറോക്സിൻ എന്നുള്ള ഹോർമോൺ എടുക്കണം. അത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന ഹോർമോണാണ്, നാച്ചുറൽ അല്ല. റീസണബിളി കറക്റ്റായിട്ടത് നമുക്ക് ആർട്ടിഫിഷ്യലി ഇന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ ഗ്രേറ്റ് ഹെൽപ്പാണ്. പക്ഷെ അത് നമ്മൾ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തൈറോയ്ഡ്സിനുണ്ട്, ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാൻ ഒരു വിലയില്ല, എന്നാൽ പിന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്ത് കളയാം. ആ ഒരു ആറ്റിറ്റ്യൂഡ് വരരുത്. കാരണം കാൽസിറ്റോണിനും പാരാതൈറോയ്ഡ് ഹോർമോണും അത്യാവശ്യമാണ്. നമുക്ക് ബോഡിക്ക് അത്യാവശ്യമുള്ള ഹോർമോണാണ് ഇതെല്ലാം. അതിൽ ഒരെണ്ണം മാത്രമേ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ തൈറോയിഡിന്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ഈ തൈറോയിഡിന് നമുക്ക് ഈ ലംബ് അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടറിയാം. പക്ഷെ അല്ലെങ്കിൽ തൈറോയിഡിന്റെ ഫങ്ഷൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോർമോൺ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വഴി എളുപ്പത്തിൽ അറിയാം എന്ന് പറഞ്ഞാലും പല ലക്ഷണങ്ങളും തൈറോയിഡ് അസുഖങ്ങൾ കാരണമാണ് എന്നും അതേസമയം ആ ലക്ഷണങ്ങളെപ്പറ്റി ജനറലി ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സാധാരണ ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് ടെസ്റ്റുകൾ ഇതിനായിട്ട്? ഈ തൈറോയ്ഡ് നമ്മളെപ്പോഴും സസ്പെക്ട് ചെയ്യുന്നത് രണ്ട് രീതിയിൽ. ഒന്ന്, തൈറോയിഡിൻ്റെ അളവ് കൂടാം, തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ, അല്ലെങ്കിൽ കുറയാം, പിന്നെ മുഴയായിട്ട് വരാം. ഈ മൂന്ന് കണ്ടീഷൻസാണ് മെയിൻലി നമ്മൾ കാണുന്നത്. അപ്പോൾ തൈറോയിഡിൻ്റെ കുറയുമ്പോൾ ഒരു രീതിയിലായിരിക്കും. നമുക്ക് കുറയുമ്പോൾ നമ്മൾ മെറ്റബോളിക് ഹോർമോണാണ്, അപ്പോൾ ക്ഷീണമായിരിക്കും ഒന്ന്. പിന്നെ വണ്ണം വയ്ക്കുന്ന പോലെ തോന്നും. അതായത് നമ്മുടെ എനർജി യൂസേജ് നടക്കുന്നില്ല, അതെല്ലാം പോയി ഫാറ്റായിട്ട് മാറും. നമുക്ക് ക്ഷീണം തോന്നും, നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കും, ഇതെല്ലാം നമ്മൾ പോയി ഫാറ്റായിട്ട് മാറും. അതാണ് ഒരു ഇത് വരുന്നത്. വെയിറ്റ് കൂടുക, ക്ഷീണം വരിക. പിന്നെ തണുപ്പ് തണുപ്പ് ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അതാണ് ഹൈപ്പോയുടെ ഒരു മേജർ കാര്യം. പിന്നെ ഹൈപ്പർ ആണെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും, കൈയൊക്കെ വിറയുന്നത് പോലെ തോന്നും, പെട്ടെന്ന് വെയിറ്റ് റിഡക്ഷൻ ആയിരിക്കും. അത് വേറൊരു കണ്ടീഷനാണ്. ഹൈപ്പർ തൈറോയിഡിസം നമ്മൾ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതുപോലെ സാധാരണ നമ്മളിവിടെ കൂടുതലായിട്ട് കാണുന്ന ഹൈപ്പോ തൈറോയിഡിസും ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്, ഇത് രണ്ടും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റി നമ്മുടെ തൈറോയിഡിനെ അറ്റാക്ക് ചെയ്യുക, നമ്മുടെ ഓൺ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ. അപ്പം നമുക്ക് അതിൻ്റെ പരിഹാരം അത് ഹൈപ്പർ തൈറോയിഡിസത്തിനാണെങ്കിൽ വീണ്ടും തൈറോയിഡിനെ എടുത്ത് കളയുക, അല്ലെങ്കിൽ റേഡിയോ അയഡിൻ കൊടുത്ത് തൈറോയിഡിനെ ഡിസ്ട്രോയ് ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് പകരം ഇന്ന് ഹൈപ്പർ തൈറോയിഡിസത്തിനാണെങ്കിൽ മരുന്നുണ്ട് തൈറോയിഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട്. മരുന്ന് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. കാർബിമെസോ, മെത്തിമിസോ എന്നൊക്കെ പറഞ്ഞ്, തൈറാസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മരുന്നുകളുണ്ട്. അത് നമ്മളുടെ ഓവറായിട്ട് ഉണ്ടാക്കുന്ന തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കും. പക്ഷേ
അതിനേക്കാളും പ്രധാനം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ബേസിക്കലി നമ്മളുടെ ഫുഡാണ് നമ്മളുടെ ശരീരമായിട്ട് മാറുന്നത്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വരുന്നത്. അപ്പം ആ ഫുഡിനെ കറക്റ്റ് ചെയ്തുകൊണ്ടും അതുപോലെ മറ്റെന്തൊക്കെയാണ് ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടാകാം, ചിലപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാം, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാകാം, മൾട്ടിപ്പിൾ 14 വൈറ്റമിൻസും 14 മിനറൽസും ഉണ്ട്. ഇതിൽ ഏതിൻ്റെയെങ്കിലും ഒക്കെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എക്സസ് ആകാം. അതുപോലെ തന്നെ നമ്മൾ പണ്ട് ഗോയിറ്റർ ആയിരുന്നു, ഇന്നിപ്പം നമ്മൾ കൂടുതൽ കാണുന്നത്, ഏറ്റവും കൂടുതൽ കാണുന്ന ഹൈപ്പോതൈറോയിഡിസമാണ്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. അപ്പം നമ്മളുടെ ഈ അയഡിനൈസേഷൻ ഓഫ് സോഡിയം, ഈ സോൾട്ട് വന്നപ്പം ഈ അയഡിന് നമ്മൾ ഓവറായിട്ട് സോൾട്ട് കഴിച്ച് അയഡിനേറ്റഡ് സോൾട്ട് കഴിക്കുന്നതാണ് ഒരു റീസൺ എന്നും പറയുന്നത് ഇപ്പം ഇത്രയധികം ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വരുന്നത്. കാരണം പല മരുന്നുകളും ഉണ്ട്, അമിയോഡറോൺ എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ. ഈ മരുന്നുകൾ കഴിക്കുന്നവർക്കും ഹൈപ്പോതൈറോയിഡിസം വരുന്നു. അപ്പം അതിനകത്ത് അത് വെരി ഹൈ അയഡിൻ കണ്ടന്റ് ഉള്ളതാണ്. അപ്പോൾ അയഡിൻ്റെ അളവ് കൂടിയ ഹൈപ്പോതൈറോയിഡിസം, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഓട്ടോഇമ്യൂൺ ഡിസീസിലേക്ക് പോകും. അപ്പോൾ അത് തന്നെ അതിന് തുടക്കത്തിൽ ചിലപ്പോൾ അത് ഹൈപ്പർ തൈറോയിഡിസമായിട്ടായിരിക്കും കാണിക്കുന്നത് ആദ്യം തുടങ്ങുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഹൈപ്പോയിലേക്ക് പോകും. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബോഡി മൊത്തത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ തൈറോയിഡിന്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ഇത് ഒരു ഹോർമോൺ റീപ്ലേസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് കാണുക. അതായത് തൈറോയിഡ് മാറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണിന്റെ കുറവ് കൊണ്ട് അത് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ശരിക്കും ഈ തൈറോയിഡിന്റെ ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ശരിക്കും ഈ ഹോർമോൺ റീപ്ലേസ്മെന്റിന്റെ ഒരു റിക്വയർമെന്റ് വരുന്നത്? അത് എന്താണ്, അതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടത്? ഇപ്പം ഇപ്പം അമേരിക്കയിലെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. തേർഡ് മോസ്റ്റ് പ്രിസ്ക്രൈബ്ഡ് ഡ്രഗ്, അതായത് ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിൽ മൂന്നാമത്തെ മരുന്നാണ് തൈറോയ്ഡ് ഹോർമോൺ, ലിവോതൈറോക്സ്. അപ്പം അതിൽ തന്നെ നമ്മൾ പല സ്റ്റഡീസും വന്നിരിക്കുന്ന അനുസരിച്ച് ഈ ലിവോതൈറോക്സിന് എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന്, രോഗികൾക്ക് ബ്രെയിൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനെ കുറേ ക്യാൻസറുകൾ വരാനുള്ള പോസിബിലിറ്റി ഏകദേശം 50% കൂടുന്നു എന്നാണ്. അത് ഈ ഹോർമോൺ എടുക്കുന്നത് കൊണ്ടാണോ അതോ ഈ ഹോർമോൺ ഓൾറെഡി എടുക്കാൻ കാരണമായിട്ടുള്ള രോഗമുണ്ടല്ലോ, ഒന്നെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡിനെ എടുത്തു കളഞ്ഞു, അത് ക്യാൻസർ ഉണ്ടാകാം, അല്ലെങ്കിൽ ഡിനോട്ടില ഗോയിറ്റർ ഉണ്ടാകാം, കപ്പിലറി കാർസിനോമ, എന്തെങ്കിലും കാരണം വെച്ച് തൈറോയിഡിനെ എടുത്തു കളഞ്ഞതാകാം ഒരു കാരണം. അല്ലെങ്കിൽ റേഡിയോ അയഡിൻ തെറാപ്പി എടുത്ത് തൈറോയിഡിനെ ഡിസ്ട്രോയ് ചെയ്തതാകാം. ഇനി രണ്ടാമതായിട്ട് വരുന്നത് ഈ ഹൈപ്പോതൈറോയിഡിസം ഉള്ള, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ള പേഷ്യൻസിനുമാണ് ഇത് എടുക്കുന്നത്. ഇവർ എടുത്തു കളഞ്ഞവരും അല്ലെ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. പിന്നെ വെരി റയറായിട്ട് ബ്രെയിനിൽ നിന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾക്കൊക്കെ കൊണ്ടും ഹൈപ്പോതൈറോയിഡിസം വരാം. പക്ഷേ അതിൻ്റെ എന്താണെങ്കിലും അതാണ് ഫൈനലി വരുന്ന ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് 50% ചില ക്യാൻസറുകളുടെ പോസിബിലിറ്റി കൂടുന്നു എന്നാണ് കാണിക്കുന്നത്. അതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണം. അത് ഈ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന തൈറോയിഡിൻ്റെ കുഴപ്പം കൊണ്ട്, തൈറോയ്ഡ് ഹോർമോൺ കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണോ, ഓർ ഇവൻ ഈ തൈറോയ്ഡ് നമ്മൾ ഏത് ഗുളികയാണേലും അതിനെ ആ ഗുളികയായിട്ട് നിലനിർത്താൻ നമ്മൾ ഏകദേശം 10 to 16 ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ടെന്നാണ്. അതായത് ഇൻസിപ്പിയൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ അതിന് കളർ കൊടുക്കാൻ മുതൽ പിന്നെ ഗുളികളെ തിരിച്ചറിയാനും ഓരോ ബ്രാൻഡിങ്ങിൻ്റെ കളറും അങ്ങനെയൊക്കെ വരുമല്ലോ, പിന്നെ അതിൽ പൂപ്പൽ പിടിക്കാതിരിക്കാൻ അതിൽ പല കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം എല്ലാം കഴിക്കുന്നത് പോലെ അല്ലല്ലോ നമ്മളിത് ഒരു ഗുളികയാണെങ്കിലും ലൈഫ് ലോങ് ആയിട്ട് കഴിക്കുമ്പോൾ ഒരു വർഷം നമ്മൾ എന്തോരം തൈറോയ്ഡ് ടാബ്ലറ്റ് തന്നെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന കെമിക്കലും എല്ലാം ഇതിനകത്ത് പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ആണെങ്കിലും അത് ആ പ്രോഗ്രസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഓരോ ദിവസം നശിച്ചുകൊണ്ടിരിക്കുകയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പം അവിടെ നമ്മളുടെ റിസപ്റ്ററിനാണ് തടസ്സം വരുന്നത്. ഈ റിസപ്റ്റർ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ മാത്രമല്ല അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടാവും. അതൊക്കെ നമുക്ക് എല്ലാത്തിനെ കുറിച്ചും ഇപ്പോഴും നമുക്ക് വ്യക്തമായ ധാരണയൊന്നും ഇല്ലല്ലോ. കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ ബോഡിയുടെ ഫങ്ഷനിങ്ങിൻ്റെ ഒരു 1% പോലും നമുക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ പല ഫങ്ഷൻസും ഇതിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇല്ലെന്നാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തൈറോയ്ഡ് ഹോർമോണോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്ത് കളയുമോ എന്നുള്ളതല്ല. അതിന് ഗ്ലാൻഡിനെ നമുക്ക് ഉള്ള നേച്ചർ തന്നിരിക്കുന്ന, അല്ല ജന്മനാ കിട്ടിയിരിക്കുന്ന ഈ തൈറോയ്ഡ് ഗ്ലാൻഡിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പം പൊതുവെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഈ തൈറോയിഡിന്റെ അസുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിരിക്കും. അപ്പം ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാരണം അതിൻ്റെ ഇഫക്റ്റ് ഈ തൈറോയിഡേ വരുന്നതുകൊണ്ടാണ് ഈ തൈറോയിഡിന് അസുഖം പിടിക്കുന്നത്. അപ്പം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ തൈറോയിഡ് മാറ്റുക എന്നുള്ളത് കൊണ്ട് ഈ കാരണം അവിടെ നിലനിൽക്കുകയാണ്. ആ കാരണം അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് തൈറോയിഡ് മാറ്റിയാൽ പോലും ആ ഇഫക്റ്റ് കണ്ടിന്യൂ ചെയ്യും.
അപ്പോൾ ഇപ്പോൾ കേൾക്കുന്നത് ഈ തൈറോയിഡ് മാറ്റാതിരിക്കാൻ അല്ലെങ്കിൽ തൈറോയിഡിന് ദോഷം വരാതിരിക്കാൻ തൈറോയിഡിന് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ ശരിക്കും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ ആണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യുക? നമ്മൾ ഇപ്പം ഒരു ഹാഷിമോട്ടോ TSH കൂടി അല്ലെങ്കിൽ T3 T4 കുറഞ്ഞു ഇത് കാണുമ്പോൾ തന്നെ തൈറോക്സിൻ എടുക്കും. അപ്പം T3 T4 TSH ഓക്കെയാണ്. പക്ഷെ നമ്മൾ ക്ഷീണമൊക്കെ തുടങ്ങി TFT നോർമൽ ആണെങ്കിൽ പോലും നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണോ, നമുക്കൊരു ക്ഷീണം അല്ലെ വെയിറ്റ് ഗെയിൻ ഒക്കെ വരുമ്പം നമ്മൾ എപ്പോഴും TPO അല്ലെങ്കിൽ AMA ആൻറ്റി-TG ഈ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് തൈറോയിഡിനെ നോക്കണം. പിന്നെ TRAH എന്ന് പറഞ്ഞ് നമ്മൾ തൈറോയിഡ് വേറൊരു ഇതുണ്ട്, ഹൈപ്പർ തൈറോയിഡിസം സസ്പെക്ട് ചെയ്യുമ്പോൾ നോക്കാനുള്ളതാണ് വേറൊരു ആൻറ്റിബോഡി ഉണ്ട്. അപ്പം ഇത് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം TFT നോർമൽ ആണെങ്കിൽ പോലും ഇത് നോക്കണം. കാരണം തുടക്കം തൈറോയ്ഡ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും. അപ്പം TFT താഴെ പോവുകയില്ല. അതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ് അവിടെ വന്ന് ആൻറ്റി-TGയും TPO അല്ലെങ്കിൽ AMAയും ഇതൊക്കെ കൂടാൻ തുടങ്ങും. അപ്പം അത് കൂടാൻ തുടങ്ങിയാൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റി. അപ്പം അവിടെ മാത്രമായിരിക്കില്ല, അത് മറ്റുള്ള ഓർഗനെയും ബാധിക്കും. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, തൈറോയ്ഡ് ആദ്യം വരും, അത് കഴിഞ്ഞ് കഴിയുമ്പം ഡയബറ്റീസ് വരും, അത് കഴിയുമ്പോൾ ആർത്രൈറ്റിസ് വരും. ചിലപ്പോൾ ചിലർക്ക് ആദ്യം വരുന്ന ഡയബറ്റീസ് ആയിരിക്കും, പിന്നെ ആയിരിക്കും തൈറോയ്ഡ് വരുന്നത്, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് വരും. അല്ലെങ്കിൽ ആദ്യം ആർത്രൈറ്റിസ് ആയിരിക്കും. അല്ല, ഇങ്ങനെ പല കോമ്പിനേഷൻസ് കാണാറുണ്ടെന്നുള്ളത്. ആർക്കും ഒരു ഡിസീസായിട്ടല്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പം മറ്റ് പല രോഗത്തിൻ്റെയും തുടക്കമുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ ഈ തൈറോയ്ഡ് പറഞ്ഞു, തൈറോയിഡിന് ഈ ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ ഓരോ ദിവസം ചെല്ലുന്തോറും അതിന് നമ്മുടെ തന്നെ ബ്ലഡ് സെൽസ്, നമ്മുടെ പട്ടാളക്കാർ തന്നെ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അവർ പിന്നെ അവിടെയൊക്കെ ആയി കഴിയുമ്പോൾ അവർ നമ്മുടെ ജോയിൻറ്റിലേക്കും ഈവൻ ഹാർട്ടിലേക്കും ലിവറിലേക്കും കിഡ്നിയിലേക്കും ഒക്കെ ഈ ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്സ് പടരാമെന്നുള്ളതാണ്. ശരിക്കും ഈ ഇപ്പം ഈ തൈറോയിഡിൻ്റെ കാര്യം പറയുമ്പോൾ തൈറോയിഡിൻ്റെ ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ഇപ്പം അത് ഓട്ടോ ഇമ്മ്യൂണിൻ്റെ പ്രശ്നമാണെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ തൈറോയിഡ് മാറ്റുകയല്ലാതെ അല്ലെങ്കിൽ അതിന് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് ചെയ്യാതെ വേറെ എന്താണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പേഷ്യൻറ്റിന് ചെയ്യാൻ സാധിക്കും? പേഷ്യൻറ്റിന് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ട്രെൻഡ് എന്നല്ല, ഇന്നത്തെ ആക്സെപ്റ്റഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തൈറോക്സിൻ കൊടുക്കുക, അല്ലെ തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് തൈറോക്സിൻ കൊടുക്കുക. അത് ഇപ്പം ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസിന് മാത്രമേ ഉള്ളൂ നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡോട് വെച്ചുകൊണ്ട് തൈറോക്സിൻ കൊടുക്കുന്നത്. മറ്റതൊക്കെ മൾട്ടിനോഡുലർ ഗോയിറ്റർ ആണെങ്കിലും ക്യാൻസർ ഗ്രോത്ത് എന്തെങ്കിലും ആണെങ്കിലും ഒക്കെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവൻ ഞാൻ കാണാറുണ്ട് കൊച്ചു കുട്ടികളിൽ 10, 12 ഒക്കെ വയസ്സുള്ള ക്യാൻസറാന്ന് പ്രൂവ് പോലും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു സംശയത്തിൻ്റെ പേരിൽ ഹോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്ത് കളയുന്നത്, ടോട്ടൽ തൈറോയ്ഡക്ടമി ചെയ്യുക. അപ്പം നമുക്കൊരു സംശയമുള്ള ഇവൻ ക്യാൻസറിൻ്റെ തുടക്കമാണെന്ന് സ്ട്രോങ് സസ്പിഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഡയറ്റൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഈവൻ ക്യാൻസറിനെ റിമൂവ് ചെയ്യാനുള്ള ഇതുണ്ട്. ഒത്തിരി വലിയതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ ഗ്രോത്ത് ഒത്തിരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ അതുപോലും ഉണ്ട്. ചില പേഷ്യൻസ് നമ്മൾ കാണാറുണ്ട്, അവർക്ക് വേണ്ട സർജറി ഇപ്പം ചെയ്യണ്ട, എനിക്ക് ഡോക്ടറെ ഒന്ന് നോക്കണം, ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈവൻ ക്യാൻസർ ആണെന്ന് പ്രൂവ് ചെയ്ത് ബയോപ്സിയിൽ ഉള്ളത് പോലും സൈസ് കുറഞ്ഞു വരുന്നുണ്ട്, കംപ്ലീറ്റ് മാറ്റാവുന്നില്ല. പക്ഷെ പല സസ്പിഷ്യസ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു വരുന്നതും അതുപോലെ തന്നെ ഈ മൾട്ടിനോഡുലർ ഗോയിറ്റർ, മൾട്ടിപ്പിൾ സിസ്റ്റിക് ഫോളിക്കുലർ ഗ്രോത്ത് കാണുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് യൂഷ്വലി നമ്മൾ 3 months കൂടുമ്പോഴാണ് സ്കാനിങ് ചെയ്യുന്നത്. പക്ഷേ അൾട്രാസൗണ്ട് സ്കാൻ ആകുമ്പോൾ നമ്മുടെ പലർക്കും ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ എവറി മന്ത്, കാരണം പ്രഗ്നൻസിയിലൊക്കെ ഈവൻ വീക്ക്ലി 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യുന്ന പ്രഗ്നൻറ്റ് ഫീറ്റസിനെ പോലെ ദോഷമില്ലാന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അൾട്രാസൗണ്ട് വെച്ചിട്ടുള്ള സ്കാനിങ്. അത് നമുക്ക് ഈവൻ 1 മാസം ആകുമ്പോൾ തന്നെ നോക്കാം, റിസൾട്ട് കാണാമല്ലോ. കൂടുന്നില്ല, കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാമല്ലോ. ഈവൻ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസിൽ നമ്മൾ തൈറോയ്ഡ് ഫങ്ഷനും നോക്കും, അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ആൻറ്റി-TGയും TPOയും നോക്കും. അപ്പോൾ അതും കുറയുന്നുണ്ടെങ്കിൽ സമാധാനമായിട്ടിരിക്കാം. പക്ഷേ ഇതിൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് എന്നുള്ള നിലയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡോക്ടേഴ്സിനെ കണ്ട് അവരുടെ കയ്യിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കും. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇത് തന്നെ ചെയ്യുന്നത്,
ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു CSLC ക്യാപ്പ്, അതായത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വിത്ത് സെൽ ആക്ടിവേഷൻ പ്രോട്ടോകോൾ എന്നുള്ള ഒരിതിൽ സ്പെഷ്യൽ എക്സസൈസ് പാറ്റേൺ ഉണ്ട്, സ്പെഷ്യൽ ഫുഡുണ്ട്. അപ്പം ഇത് വെച്ചാണ്, അപ്പം ഇത് നോക്കണ്ട, ഈ ഫുഡും കഴിക്കണം, അതുകൂടാതെ നമ്മുടെ നാച്ചുറൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡും കഴിക്കാം. എത്ര കഴിക്കാം, എത്ര ഒഴിവാക്കണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെയും ബ്ലഡ് ടെസ്റ്റിന്റെ ബേസിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കിക്കൊണ്ട് നമ്മൾ സ്പെഷ്യൽ ഫോർമുലേറ്റഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്തുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ പ്രത്യേകതകളെ മനസ്സിലാക്കി അതനുസരിച്ചായിരിക്കും. അല്ലാതെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്തു, കുറച്ച് എക്സസൈസ് ചെയ്തു, കുറച്ച് എന്തെങ്കിലും ഫുഡ് നമ്മളുടെ സ്വന്തം നിലയിലെടുത്ത് കഴിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അത് കറക്റ്റ് ആവണമെന്നില്ല. അപ്പം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. അത് നല്ല കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന പോലെ പേഷ്യൻറ്റ് ചെയ്യണം. അതിനുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. വേറൊരു കാര്യം, പലപ്പോഴും ഈ തൈറോയിഡ് പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അറിയുന്നത് ഈ പേഷ്യൻ്റ് വേറെ അസുഖങ്ങൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നതായിരിക്കാം. അപ്പം ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ മെഡിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് ഈ തൈറോയിഡിന് ഒരു പ്രോബ്ലം വരുന്ന ഒരു അവസ്ഥയുണ്ടോ? അതായത് പലതരം മരുന്നുകൾ, അതിൽ ഹാർട്ടിന് കൊടുക്കുന്ന ഒരു അമിയോഡറോൺ, അത് ഈ ഹാർട്ടിൻ്റെ ഇറഗുലാരിറ്റി, പെട്ടെന്ന് ഇങ്ങനെ ഇറഗുലർ ബീറ്റ്സ്, ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസിന് വേണ്ടി കൊടുക്കുന്ന ഒരു അമിയോഡറോൺ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അതിൽ വെരി ഹൈ കണ്ടന്റ് ഓഫ് അയഡിൻ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ലോങ് ടൈം എടുക്കുമ്പോഴേക്കും ഹൈപ്പോതൈറോയിഡിസത്തിലേക്ക്, അതായത് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് വരുന്നു. അതുപോലെ പലതരം ക്യാൻസർ മെഡിസിൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇമ്മ്യൂണോതെറാപ്പിയിലൊക്കെ ഉപയോഗിക്കുന്ന ക്യാൻസർ മെഡിസിൻസ് ഉണ്ട്. അത് ഈ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്, തൈറോയിഡിനെ ബാധിക്കാം. പിന്നെ ഈ സൈക്കാട്രിക് ഡിസീസിൽ ഉപയോഗിക്കുന്ന ലിത്തിയം എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ടാബ്ലറ്റ് ഉണ്ട്. ഈവൻ നമ്മൾ കഴിക്കുന്ന മെറ്റ്ഫോമിൻ പോലും നമ്മുടെ ഈ തൈറോയ്ഡ് ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അതായത് ഏറ്റവും കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മരുന്നാണ് മെറ്റ്ഫോമിൻ. ഡയബറ്റീസിനും മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഇപ്പം. അപ്പോൾ ഈ മെറ്റ്ഫോമിൻ കഴിക്കുന്നവർക്കും ഈ തൈറോയ്ഡ് ഫംഗ്ഷനെ അത് നെഗറ്റീവ്ലിയും പോസിറ്റീവ്ലിയും അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് അമിയോഡറോൺ, ലിത്തിയം, പിന്നെ ഈ ഇമ്മ്യൂണോതെറാപ്പി മെഡിക്കേഷൻസ് ഒക്കെയാണ്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. ഇപ്പം എല്ലാം നമ്മളുടെ വിരൽ തുമ്പിലുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് എല്ലാം കിട്ടും. അപ്പം നമ്മൾ അതിന് ഇലാബറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പല മരുന്നുകളും എഫക്റ്റ് ചെയ്യും, അത് മനസ്സിലാക്കാം. അപ്പം നമുക്കൊരു തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളും കൂടി ചെക്ക് ചെയ്യും. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൻ്റെ കേസിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും ഈ തൈറോയിഡിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അത് എത്രമാത്രം ശരിയാണ്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ നമ്മൾ തൈറോയിഡിൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് വരുമ്പോൾ നമ്മൾ യൂഷ്വലി ആകെ തൈറോക്സിൻ കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. കാരണം തൈറോയിഡ് ഗ്ലാൻഡ് വേദനയൊന്നും ഉണ്ടാക്കില്ല, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവിടെ തന്നെ ഇരുന്നോളും. മിച്ചർ തൈറോക്സിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് കുറച്ച് കുറയുകയും ചെയ്യും, വേദന ഉണ്ടാക്കുകയില്ല. പക്ഷെ മറ്റുള്ള പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ലൈക്ക് ആർത്രൈറ്റിസ്. അപ്പം ആർത്രൈറ്റിസ് പേഷ്യൻറ്റ്, പ്രത്യേകിച്ച് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, വാദം, ആമവാദം എന്നൊക്കെ പറയുന്നതിൽ നമ്മൾ പലപ്പോഴും ഇമ്മ്യൂണോ സപ്രസൻസ് ആണ് ഉപയോഗിക്കുന്നത്, ഇമ്മ്യൂണിറ്റി കുറയ്ക്കുക. കാരണം ഇത് ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്യുക. തൈറോയിഡിനോട് ഓവർ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസും മറ്റതും വരുന്നത്. മറ്റത് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജോയിൻറ്റിനെയാണ് അറ്റാക്ക് ചെയ്യാന്നുള്ളത്. അപ്പം ജോയിൻറ്റ് ഭയങ്കര പെയിൻഫുള്ളാണ്, അപ്പം നമുക്ക് വേദന വരും. അപ്പം നമ്മൾ കുറച്ചും കൂടെ, ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഇതെനിക്ക് പറ്റുന്നില്ല, വേദന വരുമ്പോൾ നമ്മൾ എല്ലാവരും ഇച്ചിരി കൂടെ കെയർ എടുക്കുമല്ലോ. അപ്പം നമ്മൾ പെയിൻ കില്ലേഴ്സ് കൊടുക്കും. പെയിൻ കില്ലേഴ്സ് കൊണ്ടും ഇതിനൊന്നും വലിയ ബെനിഫിറ്റ് വരികയില്ല. അപ്പം ഇമ്മ്യൂണോ സപ്രസൻസ്, സ്റ്റീറോയിഡ്സ്, മെത്തോട്രെക്സേറ്റ്, ഇത്തരം മരുന്നുകൾ എല്ലാം മൊത്തത്തിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മരവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റത്തെ മരവിപ്പിക്കുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഓൾറെഡി പോകുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മരവിപ്പിക്കുമ്പോൾ ഇവിടെ ക്യാൻസർ ഗ്രോത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. ക്യാൻസർ സെല്ലിനെ നമ്മുടെ ബോഡിയിൽ എപ്പോഴും അബ്നോർമൽ സെൽസും ക്യാൻസർ സെൽസും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ പറ്റാത്ത വരുമ്പോൾ ക്യാൻസർ ഗ്രോത്തിന് സാധ്യതകൾ കൂടുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസോ അല്ലെങ്കിൽ എന്തെങ്കിലും തൈറോയ്ഡ് രോഗം ഉള്ളവർക്ക് അവർക്ക് അത് ക്യാൻസറസ് സ്റ്റേജിലേക്ക് തൈറോയിഡിൽ തന്നെ വരാം. ഈവൻ തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞിട്ടുള്ളവരാണെങ്കിൽ പോലും അവർക്ക് വേറെ തൈറോയിഡിൻ്റെ സെക്കൻഡറീസ് വരാം. അതുകൂടാതെ വേറെ എന്തെങ്കിലും വരാം. നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഈവൻ ടങ് ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ. തൈറോയ്ഡ്, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഉള്ള ലേഡീസിനാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത്. ജെൻസിന് ഇഷ്ടംപോലെ ഉണ്ട്, ഒത്തിരി പേര് കാണുന്നുണ്ട്.
അതിപ്പം ഞാനൊക്കെ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്തൊക്കെ ആണുങ്ങൾക്ക് ഇങ്ങനെ ഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒത്തിരി ആണുങ്ങൾക്കും ഉണ്ട്. ലേഡീസിന് ഒരു നല്ല പെർസെൻറ്റേജ് ഒന്നെങ്കിൽ തൈറോയിഡ് എടുത്തു കളഞ്ഞവരാ, അല്ലെങ്കിൽ തൈറോക്സിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മെയിലാണേലും ഫീമെയിൽ ആണേലും ആ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുക. ഒരു 10%, എനിക്ക് എത്ര പെർസെൻ്റ് എന്ന് അറിയത്തില്ല, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു സർജറിയാണ് തൈറോയിഡക്ടമി. വെരി കോമൺ. ഹിസ്റ്ററക്ടമി, തൈറോയിഡക്ടമി ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നടത്തപ്പെടുന്നത്. പിന്നെ ഈ സ്റ്റെൻറ്റ്, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്ന സർജറി. അപ്പോൾ ഒരു നല്ലൊരു പെർസെൻറ്റേജിന് ഓൾറെഡി തൈറോയ്ഡ് ഗ്ലാൻഡ് നഷ്ടപ്പെട്ടു. പണ്ടൊക്കെ പ്രായമുള്ളവരും ഇപ്പോഴത്തെ ഓൾഡർ ജനറേഷൻ അവരുടെ ചെറുപ്പത്തിലൊക്കെ മുഴയൊക്കെ വലുതായി നിൽക്കുന്നവരുടെയാണ്. ഇപ്പം മുഴയൊക്കെ വരുന്നത് തന്നെ കൊച്ചു പിള്ളേർ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്ത് കളയാനല്ല. അപ്പം ആ ഒരു അവയർനെസ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആവശ്യമുള്ളതാണെന്നും അതിനെ നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാവുന്നു. അത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് വിതിൻ 1 or 2-3 months അറിയാൻ പറ്റും അതിൻ്റെ ചേഞ്ച് എന്താണെന്ന്. അല്ലാതെ ലോങ് ടേമിൽ നോക്കേണ്ട കാര്യമില്ല. ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ എടുത്തുകൊണ്ടിരിക്കുന്നവരെ നമുക്ക് പലരുടെയും നമ്മൾ ഡോസ് വിതിൻ മന്ത് തന്നെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും. ഡിപ്പെൻസ് എത്ര കാലമായെന്നൊക്കെ അനുസരിച്ചാണ് തൈറോയ്ഡ് ഹോർമോൺ കംപ്ലീറ്റ് നിർത്താൻ പറ്റുമോ എന്നുള്ളത്. ഈവൻ ആൻറ്റി ടി പി ഒ, തൈറോഗ്ലോബിൻ, ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡീസും കുറയുന്നത് നമുക്ക് കാണാം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഡയബറ്റീസ് ആണെങ്കിലും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ് ആണെങ്കിലും ഇതെല്ലാം പറയുന്നത് ഈ ഗ്ലൂക്കോസ് ലെവലുകൾ ആണെങ്കിൽ ഇതെല്ലാം പറയുന്നത് തൈറോയിഡുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ശരിക്കും ഡയബറ്റീസ് ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ തൈറോയിഡിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഈ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡിൻ്റെ ഒക്കെ കണ്ടീഷൻ ആണെങ്കിൽ തൈറോയിഡിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് മാച്ച് ചെയ്ത് പോവില്ല. അപ്പം ശരിക്കും എന്താ ഈ ഡയബറ്റീസും കൊളസ്ട്രോളും ഈ ഇതുമായിട്ട് ഈ തൈറോയിഡുമായിട്ട് കണക്ഷൻ? തൈറോയിഡിൻ്റെ കുറവുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടും. കാരണം നമ്മുടെ മെറ്റബോളിസത്തെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അപ്പം മെറ്റബോളിസത്തിൽ ഒരു ബ്ലോക്ക് വരിക തൈറോയ്ഡ് ഹോർമോണിന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് വന്ന് വരികയാകുമ്പോൾ നാച്ചുറലി കൊളസ്ട്രോൾ കൂടാൻ തുടങ്ങും. കൊളസ്ട്രോൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പം അതെല്ലാം ഇപ്പോൾ നമ്മളുടെ ഹാർട്ടിനും എല്ലാ രക്തക്കുഴലുകളെ ഒരു സാധനം കൂടുമ്പോൾ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഇമ്പാക്റ്റ് വരുന്നത് രക്തക്കുഴലുകൾക്കാണ്. അപ്പോൾ രക്തക്കുഴലുകൾക്ക് അത് അടിയാനും അത് BP-യിലേക്ക് പോകാം. പിന്നെ തൈറോയ്ഡ് ഫംഗ്ഷൻ കറക്റ്റ് ആകാതിരിക്കുമ്പോൾ നമ്മളുടെ മൈറ്റോകോൺട്രിയ, നമ്മളുടെ എനർജി ജനറേഷൻ, അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അപ്പോൾ ആ മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ കറക്റ്റ് ആകാതെ വരുന്നതോടുകൂടി ഡയബറ്റീസ് വരാം. ഈ ഗ്ലൂക്കോസിൻ്റെ ഫംഗ്ഷനെയും ഈവൻ ഇതൊക്കെ ഇൻഡയറക്ട്ലി ഇൻസുലിൻ്റെ ഫംഗ്ഷനെയും ഒക്കെ തൈറോയ്ഡ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈവൻ തൈറോയ്ഡ് റിസപ്റ്ററിനെ ആണല്ലോ തൈറോയ്ഡ് ഗ്ലാൻഡിലെ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസിൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഇൻസുലിൻ്റെ റിസപ്റ്ററെ എഫക്റ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത്. ഇതെല്ലാം ചേട്ടാനിയന്മാർ അല്ലെങ്കിൽ ചേച്ചി അനിയത്തി എന്ന് പറഞ്ഞതുപോലെയാണ് ഈ രോഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. രോഗികൾ ശ്രദ്ധിച്ചാൽ അറിയാം പലർക്കും ഇത് രണ്ടും ഉണ്ടാവും. 2 അല്ല 3 അല്ല 4, അത് ഏതാദ്യം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പുറകെ തൈറോയ്ഡ് വരാം, കൊളസ്ട്രോൾ വരാം, ഹൈപ്പർ ടെൻഷൻ വരാം, ഹാർട്ട് ഡിസീസ് വരാം, പിന്നെ ഡയബറ്റീസ് വരാം. ഇതെല്ലാം ഉള്ളവർക്കിലാണ് കൂടുതൽ പലപ്പോഴും ക്യാൻസർ വരുന്നതും ഈ പേഷ്യൻസ് തന്നെയാണ്. ഇതെല്ലാം ഓരോ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഈ മെറ്റബോളിക് ഡിസ്ഫങ്ഷനാണ്. ബേസിക്കലി മെറ്റബോളിസത്തിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അപ്പം ഈ മെറ്റബോളിക് ഡിസ്ഫങ്ഷനാണ് ഇതെല്ലാം. ഈ രോഗങ്ങളെല്ലാം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന എല്ലാം മെറ്റബോളിക് ഡിസീസസ് ആണ്, ഇൻക്ലൂഡിങ് ക്യാൻസർ. മെറ്റബോളിസത്തിൽ വരുന്ന തകരാറാണ് നമ്മളുടെ DNA-യിൽ ഡാമേജ് ഉണ്ടാക്കി അത് DNA-യിൽ ഡാമേജ് വന്ന് മ്യൂട്ടേഷൻസ് കൂടി അക്യുമുലേറ്റ് ചെയ്ത് കയറി വരുമ്പോൾ അത് ക്യാൻസറായിട്ട് മാറും. അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഈ ക്യാൻസർ സെല്ലിനെ പിടിച്ച് മാറ്റാനും കൂടെ പറ്റുമ്പോൾ ക്യാൻസർ ഇങ്ങനെ അബ്നോർമൽ സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കോംപ്രമൈസ്ഡ് ആകുന്നതനുസരിച്ച് നമുക്ക് ക്യാൻസർ പോസിബിലിറ്റിയും കൂടും. അപ്പോൾ അതും എല്ലാവരും മനസ്സിലാക്കണം. ക്യാൻസർ നമ്മൾ ഈ തൈറോയിഡിനൊക്കെ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ സൈലൻ്റ്ലി നമ്മളുടെ മറ്റ് സിസ്റ്റത്തെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മ്യൂട്ടേഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മ്യൂട്ടേഷൻ്റെ പരിധി വിട്ട് കഴിയുമ്പോഴേക്കും അത് ക്യാൻസർ ഗ്രോത്തിലേക്ക് വരാനുള്ള പോസിബിലിറ്റി വരും. ക്യാൻസർ ആണല്ലോ ഈ ഏറ്റവും അടിസ്ഥാനമായിട്ട് ഇപ്പോൾ ഈ ഫിയർ ഉണ്ടാക്കുന്ന കാര്യം. മറ്റേത് നമുക്ക് ഹോർമോൺ കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ജനറലി ചെയ്യുക.
ഈ ക്യാൻസറിന്റെ ഒരു ഫിയർ വെച്ചാണല്ലോ ഏറ്റവും കൂടുതൽ ഈ സർജറിയിലേക്ക് പോകാനുള്ള ഈ ചാൻസും കൂടെ. അപ്പം ഈ ക്യാൻസറിന്റെ കാര്യം എങ്ങനെയാണ് ഇതിന്റെ ഡയഗ്നോസിസും അതിന്റെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ക്യാൻസർ തൈറോയിഡിനെ സംബന്ധിച്ചിടത്തോളം പ്രീ ക്യാൻസറസ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ട ഈ തൈറോയ്ഡ് ഹോർമോൺസ് കൂടുന്ന തൈറോയിഡിന് ഒരു ഒരു ട്യൂമർ മാർക്കറായിട്ട് ഡയറക്റ്റ് ട്യൂമർ മാർക്കർ ഇല്ല. അപ്പം അതിൽ നമ്മൾ തൈറോയിഡിൻ്റെ എന്തെങ്കിലും മുഴയുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴും തൊണ്ടയ്ക്ക് ഇത് ബുദ്ധിമുട്ടോ ഇറക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മുഴ കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു തൈറോയിഡ് സ്കാൻ നോക്കാം. പിന്നെ തൈറോയിഡിൻ്റെ ഫങ്ഷൻസ് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അയഡിൻ വെച്ചിട്ടുണ്ട്. തൈറോയിഡ് അയഡിൻ വെച്ച് അൾട്രാസൗണ്ട് സ്കാൻ അല്ലാതെ വേറൊരു തൈറോയിഡ് സ്കാൻ ഉണ്ട്. പിന്നെ ക്യാൻസർ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ക്യാൻസർ സസ്പെക്ട് ചെയ്താലും ക്യാൻസറിന് മുഴ എടുക്കുന്നതിന് മുമ്പ് പോലും ഒരു പെറ്റ് സ്കാൻ പോലും ചെയ്യുകയില്ല. അപ്പം നമുക്കൊരു സസ്പെക്റ്റഡ് ക്യാൻസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു പെറ്റ് സ്കാൻ ചെയ്ത്, കാരണം നമ്മളൊരു നമ്മളുടെ ഒരു ഓർഗനെ എടുത്തു മാറ്റാൻ പോവുകയാണ്. അതിനെ എടുത്തു മാറ്റുന്നതിൻ്റെ മുമ്പ് നമ്മൾ അതിൻ്റെ പോസിബിലിറ്റീസ് എല്ലാം തിങ്ക് ചെയ്യണം. നമ്മൾ ഈ ക്യാൻസർ പേടി വെച്ചിട്ടാണ് നമ്മളുടെ ഒരു 90% തൈറോയ്ഡ് റിമൂവൽ സർജറീസ് നടക്കുന്നത് ക്യാൻസർ പേടിയിൽ നിന്ന് മാത്രമാണ്. ക്യാൻസർ പേടിയാണ്, ക്യാൻസർ അല്ല, ക്യാൻസറിനുള്ള പേടി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്യാൻസർ പോസിബിലിറ്റി കുറയുന്നില്ല. അതിനല്ലെങ്കിൽ വേറൊരു ഓർഗന് കയറി വരും. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, എത്രയോ പേഷ്യൻസ് തൈറോയ്ഡൊക്കെ നേരത്തെ എടുത്തു, അത് കഴിഞ്ഞ് തൈറോക്സിൻ കഴിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ അവർക്ക് അത് കഴിഞ്ഞിട്ട് വേറൊരു ക്യാൻസർ വരുന്നു. വെരി കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ക്യാൻസറിനെ പേടിച്ച് നമ്മുടെ അവയവങ്ങളെ എടുത്ത് കളയുകയല്ല ചെയ്യേണ്ടത്. ക്യാൻസറിന് തുടക്കം ഉണ്ടെന്ന് നേരത്തെ കണ്ടുപിടിക്കുക. തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടോയെന്ന് നമുക്ക് ഈ മൾട്ടിനോഡുലർ ഗോയിറ്റർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഫങ്ഷൻ അല്ല ATG TP ഒക്കെ നോക്കണം. അതാണ് ആദ്യം തുടങ്ങുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ക്യാൻസർ പോസിബിലിറ്റി കൂടുകയാണെന്ന് മനസ്സിലാക്കി അത് നോർമലാക്കാൻ നോക്കുക. അപ്പം അത് പണ്ട് അങ്ങനെ ഒരു നോർമലാക്കാൻ നോക്കിയാൽ നിങ്ങൾ സാധാരണ ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് ഫിസിഷ്യൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പോസിബിലിറ്റി പറയാൻ പറ്റില്ല. അവർക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിനെ കുറിച്ച് ആൾക്കാരുടെ ഇടയിൽ കാര്യമായിട്ടുള്ള അവയർനെസ്സും ഇല്ല. അതാണ് ഒരു റീസൺ നമ്മൾ ഈ ജീവിതശൈലി സംവാദമൊക്കെ വെക്കാൻ ഈ അവയർനെസ് കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. തൈറോയ്ഡ് വന്നാലും ഉടനെ എടുത്തു കളയുക എന്നുള്ളതല്ല, ജീവിതശൈലി കറക്റ്റ് ചെയ്ത് തൈറോയ്ഡ് കറക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം പറ്റുന്നുണ്ടോ നമുക്ക് ഒത്തിരി കാലമൊന്നും വേണ്ട അറിയാനായിട്ട്. 2-3 മാസത്തിനുള്ളിൽ തന്നെ അത് കുറയുന്നുണ്ടോ, അതെന്താണ് എന്നറിയാൻ പറ്റും. അത് മാത്രമല്ല, ജീവിതശൈലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈറോയിഡിന് മാത്രമല്ല, അതിൻ്റെ കൂടെ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഹാർട്ട് ഡിസീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ മാറി കിട്ടുകയാണ്. കാരണം നമ്മളിത് ബോഡിയാണ് കറക്റ്റ് ചെയ്യുന്നത്, ഒരു അസുഖത്തെ അല്ല ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ബോഡിയെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എംപവർ ചെയ്ത് ഓട്ടോഇമ്യൂൺ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറ്റുക, മെറ്റബോളിക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മാറ്റുക. അപ്പം ബേസിക്കലി ഇതെല്ലാം തുടങ്ങുന്ന മെറ്റബോളിസത്തിൽ നിന്നാണ്. അപ്പോൾ ആ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മെറ്റബോളിസം കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈല്, പ്രത്യേകിച്ച് ഫുഡ്, എക്സസൈസ്, ഇതാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഇത് കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആയാൽ നമുക്ക് ഈ 90% മെഡിക്കേഷൻസും സർജറീസും ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. തൈറോയിഡിന് മാത്രമല്ല മറ്റ് സർജറികൾ ചെയ്യുന്നത്. ഇപ്പം ഈ തൈറോയിഡിന്റെ റിമൂവൽ സർജറി വെച്ച് ചെയ്യുമ്പോൾ ഇപ്പം കീ ഹോൾ ആണെങ്കിൽ വളരെ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് പല പേഷ്യൻസിനും തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർ മാർക്കൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടെ സേഫറാണ് എന്ന് ഉള്ള ഒരു രീതിയുണ്ട്. ഈ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കുറവ്, അങ്ങനത്തെ കുറേ ഇഷ്യൂസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ് പേഷ്യൻ്റ് ശരിക്കും അറിയേണ്ടത്? തൈറോയിഡിന് ഒരു ഓപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക. സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു സർജൻ്റെ അടുത്ത് പോയി മാത്രം എടുത്തിട്ട് കാര്യമില്ല. ഈ ഒരു ഹോസ്പിറ്റലിൽ സർജൻ ആണെങ്കിലും മറ്റേ ഹോസ്പിറ്റലിൽ സർജൻ ആണെങ്കിലും എല്ലാവരും ഒരുപോലെയാണ്. എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്തും സർജറി ഒഴിവാക്കാൻ ഈ പറഞ്ഞ മറ്റേ സർജിക്കലി ഉള്ള കാര്യത്തിന് എൻഡോക്രൈനോളജിസ്റ്റ് അല്ല യൂഷ്വലി നോക്കുന്നത്. അവരത് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും നോക്കുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലൈഫ് സ്റ്റൈൽ വെച്ച് കറക്റ്റ് ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് ഈ വീഡിയോസ് ഒക്കെ കേട്ട് അവയർനെസ് ഉള്ളവരെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അതിലെന്ത് പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് അന്വേഷിക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് ലെവൽ ചെയ്യേണ്ടത്.
പിന്നെ സാധാരണ നിലയിൽ ഈ ക്യാൻസർ സർജറീസ് ഒന്നും ആരും ഈ സ്കാറിന് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്ത് ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ കോസ്മെറ്റിക് ആയിട്ട് ചെയ്യുന്ന, അതായത് ഈ മുഴ ഭംഗി മാറ്റാനോ അല്ലെങ്കിൽ മുഴ ക്യാൻസർ ആകുമോ എന്നുള്ള പേടി ഉള്ളത് കൊണ്ട് ചെയ്യുന്ന സർജറിയാണ് ഈ നമ്മൾ മുഴയില്ലാതെ മറ്റേ മുറിവില്ലാതെ ചെയ്യുന്നത് സ്കാർലെസ് തൈറോയിഡക്ടമി. അതിപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ വളരെ ഫാൻസി ആയിട്ടും അല്ലാതെ, കാരണം ശരിയാണ്, ആർക്കാണേലും ഒരു മുറിവ് നമ്മൾ തൈറോയിഡക്ടമി കഴിഞ്ഞതാണെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന മുറിവൊക്കെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ യൂഷ്വലി ഈ തൈറോയിഡിന്റെ ഈ പ്രത്യേകിച്ച് കോളർ ബോണിന്റെ തൊട്ട് മുകളിൽ കൂടെ ആയതുകൊണ്ട് അത്ര പ്രോമിനന്റ് സ്കാറൊന്നും അല്ല വരാറുള്ളത്. പക്ഷെ എന്നാലും എല്ലാവർക്കും സ്കാർലെസ് ആക്കാനായിട്ടുള്ള താല്പര്യത്തിൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യകാലത്ത് ചെയ്തിരുന്നത് ഇവിടെ കൂടെ ചെയ്യാതെ എൻഡോസ്കോപ്പ് കീഹോൾ സർജറി, സ്കാർലെസ് കീഹോൾ സർജറി എന്നാണ് പറയുന്നത്. തൊണ്ടയിൽ മുറിവുണ്ടാവില്ല. അപ്പം അത് വായ്ക്കകത്തൂടെ, അതായത് നമ്മളുടെ ഈ ഇതിലേ കൂടെ ലിപ്പിന്റെ താഴെ കൂടെ എടുത്ത് സ്കോപ്പ് കൊണ്ടുവന്ന് വായി മാത്രമേ ഉള്ളൂ, വായിലെ മുറിവ് ഇനി ആർക്കും കാണാൻ പറ്റില്ലല്ലോ. ആ രീതിയിലാണ് ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പലപ്പോഴും പുറത്ത് രാജ്യങ്ങളിലേക്ക് കൂടുതലായിരുന്നതാണ്. പക്ഷെ ഞാൻ ഇവിടെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ നമ്മുടെ ആക്സില കക്ഷത്തിന്റെ അതിലെ ഈ ഭാഗത്തുനിന്നൂടെ ഇതിലെയും ഒരു സ്കോപ്പുകൾ കയറ്റി അത് ഒരു പല ഇവിടെ ഇല്ലെങ്കിലും, പക്ഷെ ഉള്ളിൽ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു 3-4 മുറിവുകൾ 2 സൈഡിലും കൂടെ ആയിട്ട് 4-5 വരെ കാണാറുണ്ട് ചിലരിൽ ചെയ്യുന്നതിനകത്ത്. അങ്ങനെ അതിലേ കൂടെ ഇട്ടുകൊണ്ട് സ്കോപ്പ് കയറ്റി, എൻഡോസ്കോപ്പ് കയറ്റി ഇവിടെ വന്ന് സർജറി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാത്തിനും ഒരുപോലെ തന്നെയുണ്ട്. ഇവിടെ മുറിവില്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ പെയിനും മറ്റേ വേദന കുറവ്, അല്ലെങ്കിൽ സ്കാറില്ല, അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. സ്കാറില്ലാതെ നമുക്ക് എടുത്തു കളയാം. മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ ഒരു തൈറോയിഡക്ടമി കഴിഞ്ഞ ആളാണെന്ന് അറിയില്ല എന്നുള്ള ഒരു ബെനിഫിറ്റ് മാത്രമേ അതുകൊണ്ട് കിട്ടുന്നുള്ളൂ. അല്ലാതെ വേറെ ഒരു അഡ്വാൻറ്റേജ് ഒന്നും അതിന് കാര്യമായിട്ട് വരുന്നില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സ്കാർലെസ് തൈറോയിഡക്ടമി വേഴ്സസ് മറ്റേ കൺവെൻഷണൽ എന്ന് പറഞ്ഞ് അടിച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം. ഈ തൈറോയിഡ് എടുത്ത് കളയുന്ന ഒരു സിറ്റുവേഷൻ ആവുമ്പോഴത്തേക്കും ആ പേഷ്യന്റ് ശരിക്കും ഡോക്ടറുമായിട്ട് സംസാരിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡോക്ടറോട് ചോദിക്കണം. ഡെഫിനറ്റ്ലി ഇത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തൈറോയിഡ് എനിക്കൊരു ആവശ്യമുള്ള ഓർഗനാണല്ലോ, അത് എടുത്തു കളയാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എടുത്ത് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത്? അത് ഡോക്ടറോട് ചോദിക്കുക മാത്രമല്ല, ഇന്നിപ്പോൾ സാധാരണ എഡ്യൂക്കേറ്റുള്ള ആർക്കും ഇപ്പം മലയാളത്തിൽ പോലും ഇതെല്ലാം കിട്ടും. സെർച്ച് ചെയ്ത് നോക്കുക, AI ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു തരും. അപ്പം അത് ആദ്യം മനസ്സിലാക്കുക. എല്ലാം AI-യും മറ്റേ നമ്മൾ ഗൂഗിൾ സെർച്ചിനെയും ബേസ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മളൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കണം. നമ്മളുടെ ഒരു ഓർഗനെയാണ് കളയാൻ പോകുന്നത്. എടുത്ത് കളയാൻ ആർക്കും എളുപ്പമാണ്, പക്ഷെ തിരിച്ചു വയ്ക്കാൻ ഒരു ഡോക്ടർക്കും സാധിക്കില്ല. നമ്മൾ പിന്നെ ഇരുന്ന് 1 മാസം കഴിഞ്ഞിട്ട്, ഇപ്പം എൻ്റെ തന്നെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, അവർ വേറെ ആവശ്യത്തിനാണ് വന്നത്, ഡയബറ്റീസിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ സ്കാനിങ് ചെയ്തപ്പം ഒരു തൈറോയിഡിൽ ഒരു സസ്പെക്റ്റഡ് ഒരു ക്യാൻസർ കണ്ടു, സസ്പെക്റ്റഡ് ക്യാൻസർ. അതും 7 മില്ലിമീറ്ററേ ഉള്ളൂ. അവർ ഭയങ്കര ക്യാൻസർ പേടിയാണ്. അപ്പം ഞാൻ ബേസിക്കലി അവരോട് പറഞ്ഞ പെറ്റ് സ്കാനൊക്കെ നോക്കി വേറെ സെക്കൻഡ് ഒപ്പീനിയനൊക്കെ എടുത്തിട്ട് ഞാൻ സെക്കൻഡ് ഒപ്പീനിയനൊക്കെ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഫിയർ വെച്ചിട്ട് ഇപ്പം സെക്കൻഡ് ഒപ്പീനിയൻ വേറൊരു സർജൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ ഫിയർ കാണുന്നവരോട് എടുത്ത് കളയാൻ പറയും. എടുത്ത് കളയാനല്ലേ പറയാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ഫിയർ കളയണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഫിയറാണ് ഇതിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ക്യാൻസർ കൂടുമോ എന്ന് ഫിയർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റിനോട് എടുത്ത് കളയാൻ പറയാൻ മാത്രമേ ഡോക്ടർക്ക് പറ്റുള്ളൂ. പക്ഷെ അവർ ബേസിക്കലി അത് ഒന്നും ചെയ്യാതെ വെറും 7 mm വേണ്ടിയിട്ടുള്ള അത് സ്മോൾ ഇതല്ല, സസ്പെക്റ്റഡ് ക്യാൻസർ ഉണ്ടെന്നുള്ളത് വെച്ചുകൊണ്ട് അതിനെ എടുത്തു കളയുമ്പം, എടുത്തു കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്താ, എല്ലാ തൈറോയ്ഡ് ഫംഗ്ഷനും തെറ്റി. അവർക്ക് കാര്യം തൈറോക്സിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് അവർക്ക് ഭയങ്കര ക്ഷീണമാണ്. അപ്പം അതോടുകൂടി ഇനിയിപ്പോൾ അവർ വിചാരിക്കുകയായിരുന്നു, അയ്യോ ഞാനൊന്ന് നോക്കി വെച്ചിട്ട് മതി എന്ന് തീരുമാനിച്ചിട്ട് കാര്യമുണ്ടോ? എടുത്തു കളഞ്ഞില്ലേ, ഇനി ആ ക്ഷീണം വരും. പിന്നെ നമ്മളിത് ഉണ്ടെങ്കിൽ പോലും തൈറോക്സിൻ എടുത്താൽ പോലും ചിലപ്പം വെയിറ്റ് ഗെയിൻ വരാം. പിന്നെ ഇത് തന്നെ പലപ്പോഴും കംപ്ലീറ്റ് പെറ്റ് സ്കാൻ ഒന്നും ചെയ്യാതെ എടുത്തു കളഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ സർജറി കംപ്ലീറ്റ് ആയോ എന്ന് പോലും അറിയത്തില്ല. ക്യാൻസറിന് വേണ്ടി ക്യാൻസർ സസ്പെക്റ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പെറ്റ് സ്കാൻ എടുത്ത് നോക്കാതെ നമ്മൾ ചെയ്യരുത്. കാരണം അപ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. വീണ്ടും ചെയ്ത് നോക്കുമ്പം അത് ആ സർജറിയിൽ അത് കംപ്ലീറ്റ് ആയിരുന്നോ എന്ന് പോലും അറിയാൻ വളരെ എളുപ്പമുണ്ട്. പക്ഷെ അത് നമ്മളിവിടെ കോമൺലി ചെയ്യുന്നില്ല. മറ്റ് പല ക്യാൻസർ സസ്പെഷനും പെറ്റ് സ്കാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഒരു ഓർഗൻ ഒരു 17,000 to 25,000 ആണ് കോസ്റ്റ് വരുന്നത്.
യൂഷ്വലി നമ്മൾ സ്പെഷ്യൽ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തു വരുമ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ യൂഷ്വലി ഒരു 17,000 18,000 അത് ചെയ്ത് കിട്ടുന്നുണ്ട്. നമ്മളൊരു ഓർഗൻ എടുത്ത് കളയാണ്. അതിന് മുമ്പ് നമ്മൾ എല്ലാ പോസിബിലിറ്റിയും നോക്കി വെച്ചിട്ട് മാത്രമേ എടുത്ത് കളയാവുള്ളൂ. തൈറോയ്ഡ് നമ്മളുടെ മെറ്റബോളിസം, നമ്മുടെ എല്ലാ ഫംഗ്ഷനെയും, നമ്മുടെ ബ്രെയിനിനെ മുതൽ, നമ്മുടെ ചിന്തകളെ മുതൽ, സെക്ഷൽ ഫംഗ്ഷനെ മുതൽ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനാണ്. അതുപോലെ നമ്മുടെ ബോണിൻ്റെ ഹെൽത്ത്, ഇതിനെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ടൈം ആലോചിച്ചിട്ട് സർജനെ മാത്രമല്ല, എൻഡോക്രൈനോളജിസ്റ്റിനെ മാത്രമല്ല, ലൈഫ് സ്റ്റൈൽ ഓറിയൻറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാനും കൂടെ കഴിയുമെന്ന് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. ശരിക്കും ഇങ്ങനെ ഈ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർ അവരുടെ ഈ ഫുഡ് പാറ്റേൺസിലോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ എന്താണ് അവർക്ക് ഗുണം കിട്ടുന്നത്? ശരിക്കും ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഫുഡ് പാറ്റേണിലാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് ഇത് പറയാൻ, അത് എല്ലാവർക്കും ഒരു ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ചിലർ പറയും ക്യാബേജ് കഴിക്കരുത്. എൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ അങ്ങനെ ഒന്നും നോക്കാറില്ല. നമ്മൾ ടെസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഏതുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, ഏതെങ്കിലും ഫുഡുമായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പം മിക്കവാറും പേർക്കും ഇങ്ങനത്തെ അസുഖമുള്ളവർക്കൊരു ലിസ്റ്റ് ഓഫ് ഒരു 10-25 ഐറ്റംസിലും നമ്മൾ കോമൺലി കഴിച്ചുകൊണ്ടിരിക്കുന്നു ഐറ്റംസ് പറ്റാത്തതുണ്ടാവും. അപ്പം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ ടൂ മെനി ഐറ്റംസ് ആണല്ലോ കഴിക്കുന്നത്. അതിനകത്ത് സോ മച്ച് ഓഫ് കെമിക്കൽസ്, കളറും പ്രിസർവേറ്റീവ്സും. ഇപ്പോൾ പാല് പോലും, പാല് ശരിക്കുള്ള പാലല്ലല്ലോ, അതിനകത്ത് പിന്നെ അതിൻ്റെ പ്ലാസ്റ്റിക്കും ആൻറ്റിബയോട്ടിക്കും ഇങ്ങനെ മുതൽ പല പശുക്കളുടെ പാലും എല്ലാം കൂടെ കൂട്ടിയല്ലേ നമ്മൾ കഴിക്കുന്നത്. ഇതെല്ലാം കൊണ്ടാവാം നമ്മൾ പല കോമൺ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിനോടും റിയാക്ഷൻ കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഫുഡാണ് ഒഴിവാക്കേണ്ടത്. അത് ഒരാൾക്കുള്ളതായിരിക്കില്ല മറ്റുള്ള ആൾക്കുള്ളത്. അപ്പം നമ്മൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ജനറൽ കൺസെപ്റ്റിൽ തൈറോയിഡിന് ഇത് പറ്റൂല, അല്ലെങ്കിൽ ചില അസുഖങ്ങൾ ഇത് പറ്റില്ല എന്ന് പറയുന്നതുമായിട്ട് നമ്മളുടെ റിപ്പോർട്ട് ചേരുന്നുമില്ല. അത് വെച്ചിട്ട് മാത്രം ആകുകയില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരാളുടെ ഫുഡ് ഇയാൾക്ക് എന്താണ് പറ്റുന്നത്, ഇയാൾക്ക് എന്താ പറ്റാത്തതെന്ന് മനസ്സിലാക്കി അതിനെ ഒഴിവാക്കി അവർക്ക് വേണ്ടി നമ്മൾ ഒരു പാറ്റേൺ പറഞ്ഞു കൊടുത്ത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ മരുന്നുകളിപ്പം മോൾട്ടിനോഡൽ ഗോയിറ്റർ ആണെങ്കിൽ സ്കാൻ നോക്കുമ്പോൾ കുറഞ്ഞു വരുന്ന കാണാം. പിന്നെ ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ആണെങ്കിൽ ഇപ്പം 150 മില്ലിഗ്രാമും ഒക്കെ ലിവോതൈറോക്സിൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അത് 125 100 75 50 നമ്മൾ യൂഷ്വലി കുറച്ചുകൊണ്ട് വരും. ചിലർക്കൊക്കെ ചിലപ്പോൾ ഒത്തിരി നാളായിട്ടൊക്കെ തൈറോയ്ഡ് ഈ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്പോൾ അത്രയധികം തൈറോയ്ഡ് ഫംഗ്ഷൻ ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒരു 12.5 മില്ലിഗ്രാമോ മാക്സിമം 25, യൂഷ്വലി 90% പേർക്ക് നമുക്ക് മരുന്നുകൾ നിർത്തി കൊടുക്കാൻ പറ്റാറുണ്ട്. പക്ഷെ ഒരു 10%-നൊക്കെ അല്പം കുറച്ച് കൊണ്ടുവന്ന് വരും. യൂഷ്വലി തൈറോയ്ഡ് ആൻറ്റിബോഡീസും കുറഞ്ഞു വരുമെന്നുള്ള, ചിലരൊക്കെ 3,000 1,500 ഒക്കെ ആയിരിക്കും TP ഒക്കെ നിൽക്കുന്നത്. അതൊക്കെ കുറഞ്ഞു വന്ന് പലരുടെയും കുറയും, അല്ലെങ്കിൽ വളരെ ലോ ലെവലിൽ, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം ആണല്ലോ അത്. നമ്മൾ എത്ര ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താലും കുറേയൊക്കെ നമ്മൾ തെറ്റിക്കുന്നുണ്ടാവും. കാരണം മുഴുവനും ഒന്നും നമുക്ക് കെമിക്കൽസും പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒന്നും പെസ്റ്റിസൈഡ്സും ഒന്നും ഒഴിവാക്കി ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊരു പെർഫെക്ഷൻ പറ്റിയില്ലെങ്കിലും നമുക്ക് മരുന്നിൻ്റെ അളവ് കുറച്ച് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് കുറേയെങ്കിലും ഫംഗ്ഷൻ ചെയ്യുന്ന നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഈ തൈറോയിഡിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും ഈ ഹോർമോൺ ട്രീറ്റ്മെന്റ്, ഹോർമോൺ റീപ്ലേസ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ആ ലാബ് റിസൾട്ട്സ് പെർഫെക്റ്റ് ആയിട്ട് വരും, പക്ഷെ ആളുടെ ആ സിംറ്റംസ് നിലനിൽക്കുകയും ചെയ്യും. അപ്പം അത് എന്തുകൊണ്ടാണ്? അത് നമ്മളുടെ ഈ തൈറോയ്ഡിന്റെ ഫംഗ്ഷൻ, അവിടെ ഹോർമോൺ നമ്മൾ കൊടുക്കുന്നത് ആർട്ടിഫിഷ്യലി കൊടുക്കുന്ന ഹോർമോൺ ആണല്ലോ അവർക്ക് കിട്ടുന്നത്. അപ്പം അത് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെതായ പല ഫങ്ഷൻസിനും അത് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ടാണ് റിയൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ഹോർമോൺസ് കൊടുക്കുന്ന മാത്രമല്ലേ ഉള്ളൂ. അത് നമ്മളുടെ ബോഡി ആണെങ്കിൽ നമ്മുടെ ആവശ്യം അനുസരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഗുളിക കൊടുക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, ഈ പാരാതൈറോയ്ഡ് ഹോർമോണും കാൽസിറ്റോണിനും ഒക്കെ ഈ തൈറോക്സിനെ ഏത് രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. പിന്നെ നമ്മൾ T4 ആണ് കൊടുക്കുന്നത്. അപ്പോൾ T3 ആക്കി അതിനെ കൺവേർട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. അപ്പോൾ പലരിലും കാണാറുണ്ട് T3 കുറവായിരിക്കും, T4 നോർമലായിരിക്കും, TSH തീരെ കുറവായിരിക്കും. തൈറോയ്ഡ് ബ്രെയിനിൽ നിന്നുള്ളതിന് മൊത്തം സപ്രഷൻ നടക്കുന്നുണ്ട്, പക്ഷേ TSH വെരി ലോ ആയി പോകുന്നുണ്ട്. T4 നോർമലാണ്, പക്ഷേ T3 കുറവാണ്. T3 ആണ് റിയലി ഡയറക്റ്റ്ലി ആക്ട് ചെയ്യുന്നത് T3 ആണ്. അപ്പം അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ തൈറോയ്ഡ് ഗ്ലാൻഡിനെ എടുത്തു കളയുന്നത് നമുക്ക് കഴിയുന്നത് ഒഴിവാക്കാൻ നോക്കണം. നമ്മൾ ക്യാൻസർ പേടി വെച്ച് നമ്മൾ എടുക്കാൻ പോയാൽ നമ്മൾ അതിൻ്റെ ക്യാൻസർ തന്നെ സെക്കൻഡറി വന്നിരിക്കും.
അല്ലാത്ത ക്യാൻസറുകൾ കയറി വരാം. നമ്മൾ എടുത്തു കളഞ്ഞാലും നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ കളയാൻ പറ്റില്ലല്ലോ. അത് മറ്റേ ഇതിലേക്ക് പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരിടത്തില്ലെങ്കിൽ വേറൊരിടത്ത് വരും. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഓർഗനെ മാത്രമല്ല, നമ്മുടെ ബോഡിയെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു അസുഖത്തിന്റെ ഭാഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത് പോലും. അപ്പം അവിടെയുള്ള ക്യാൻസർ ഉള്ള ഭാഗം മാത്രം എടുത്തു കളയാൻ പറ്റുന്നത് ദറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. ഇപ്പം പക്ഷെ നമ്മൾ തൈറോയിഡിന്റെ കാര്യത്തിൽ വരുമ്പോഴും ഡോക്ടേഴ്സ് ആണെങ്കിലും ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, പാരാതൈറോയ്ഡ് ഹോർമോണിനെ പ്രിസർവ് ചെയ്യാനായിട്ട് അവർ സ്പെഷ്യൽ എഫേർട്ട് എടുക്കും. പക്ഷെ ഞാൻ ഇവിടെ ഒരിടത്തും കണ്ടിട്ടില്ല, ഒരു റിപ്പോർട്ടിലും കണ്ടിട്ടില്ല ഒരു പാരാതൈറോയ്ഡ് ഹോർമോണിനെ കുറിച്ചുള്ള ഒരു മെൻഷൻ പോലും കാണുകയില്ല. അപ്പം തൈറോയിഡിനെ എടുത്തു കളയുകയാണെങ്കിലും നമുക്ക് 4 പാരാതൈറോയ്ഡ് ഹോർമോൺ ഗ്ലാൻഡ് ഉണ്ട്. ഈവൻ ക്യാൻസറിന് ചെയ്യുമ്പോൾ പോലും പാരാതൈറോയിഡിനെ സെപ്പറേറ്റ് ചെയ്ത് അതിന് സ്പെഷ്യൽ ടെക്നിക്സ് ഉണ്ട്. ഇപ്പം ഇലൂമിനേഷൻ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് അതിനെ മാത്രം നോക്കി അതിനെ പ്രിസർവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇവിടുത്തെ ഒരു സർജനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഒരു തൈറോയിഡക്ടമി കഴിഞ്ഞിട്ട് അവരുടെ പാരാതൈറോയിഡിനെ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. തൈറോയിഡിനെ മൊത്തത്തിൽ എടുത്തു കളയുമ്പോൾ കാൽസിറ്റോണിന്, തൈറോക്സിൻ മാത്രമല്ല കാൽസിറ്റോണിനും പോകും. അത് കാൽസിറ്റോണിൻ ഉണ്ടാകുന്ന തൈറോയിഡ് ഗ്ലാൻഡ് തന്നെയാണ്. പക്ഷെ നമ്മളുടെ പാരാതൈറോയ്ഡ് ഹോർമോൺ ഗ്ലാൻഡിനെ എടുത്ത് അത് എത്ര എണ്ണത്തിന് പ്രിസർവ് ചെയ്യാൻ പറ്റി ഒരു റിപ്പോർട്ടും കാണാറില്ല. ആരും അതിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കിതുവരെ മനസ്സിലായിട്ടുള്ള കാര്യം. മെഡിക്കൽ കോൺഫറൻസുകളിലൊക്കെ ആണെങ്കിലും കാണാറുണ്ട്. ആരും എത്ര പാരാതൈറോയിഡിനെ എത്ര പ്രിസർവ് ചെയ്തു, അതിനുവേണ്ടി അവരെന്ത് ചെയ്തു എന്ന് ഞാനിങ്ങനെ ലേറ്റസ്റ്റ് ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, അതിൽ പോലും എനിക്ക് കാണാൻ പറ്റിയില്ല. ഇപ്പം ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈ പലരും ഈ പറഞ്ഞ പോലെ മടിയന്മാരാണെന്നുള്ളതോ അല്ലെങ്കിൽ അവർക്ക് ഓവർ ആങ്സൈറ്റി ആണെന്നുള്ളത് ഒക്കെ വരുന്നത് ഈ തൈറോയിഡിന്റെ ഫങ്ഷൻ കൊണ്ട്, അതിന്റെ മാൽ ഫങ്ഷൻ കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പം പലരും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്? തൈറോയ്ഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ്. നമുക്ക് ഡിപ്രഷൻ വരുമോ ആൻസൈറ്റി വരുമോ ഒക്കെ ചെയ്യുമ്പോഴും തൈറോയ്ഡ് ഗ്ലാൻഡ് നമ്മൾ ചെക്ക് ചെയ്യണം. തൈറോയ്ഡ് ഫങ്ഷൻ മാത്രമല്ല, അതിൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് ഉണ്ടോയെന്ന് അതും കൂടെ നമ്മൾ നോക്കണം. കാരണം തൈറോയ്ഡ് ഹോർമോൺ അവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫങ്ഷനിങ് പ്രോപ്പർ ആകുന്നുണ്ടാവും. ആ ഹോർമോൺ അവിടെ ഉണ്ട്, പക്ഷെ അതിന് കറക്റ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഈ ആൻറ്റിബോഡീസിൻ്റെ ഒരു കാരണം കൊണ്ടാവാം. അപ്പം നമ്മൾ ഏത് രീതിയിലോ, ക്ഷീണമാണേലും മെൻ്റൽ ഡിസോർഡർ ആണെങ്കിലും തൈറോയ്ഡ് TFT മാത്രമല്ല, ഒരു അൾട്രാസൗണ്ട് സ്കാനും നോക്കാം. അപ്പം നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി, അയഡിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടോ അതിലറിയാൻ പറ്റും. അയഡിൻ ഡെഫിഷ്യൻസി ഒക്കെ നമ്മൾ ടെസ്റ്റ് കൂടെ അറിയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ മൾട്ടിന്യൂട്രിയൽ ഗോയിറ്ററിൻ്റെ ഈവൻ ചെറിയ മൈക്രോ നൊഡ്യൂൾസ് വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം ദർ ഈസ് എ പ്രോബ്ലം. അപ്പോൾ അതിന് നമ്മൾ ലൈഫ് സ്റ്റൈൽ വെച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എപ്പോഴാണേലും ഒരു തൈറോയ്ഡ് ഹോർമോൺ ഗ്ലാൻഡിനെ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ എങ്ങനെയും നമ്മളത് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ചോ എങ്ങനെയും നോക്കുക, അതിനെ റിമൂവ് ചെയ്യാതെ ഇരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക. കൂടുതൽ ഹെൽത്ത് വീഡിയോകൾക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണ അറിവുകൾക്കുമായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ശേഷം ബെൽ ബട്ടൺ അമർത്തുക.